അത് ടേസ്റ്റ് നമ്മളൊന്ന് ഒരു ഷവർമ ഉണ്ടാക്കാൻ പോകണേ. അപ്പൊ ഷവർമ റെസിപ്പി കിട്ടാലോ. റെസിപ്പി കിടക്കുന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ നമ്മുടെ ചാനൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നേരെ റെസിപ്പി കിട്ടാലോ. അപ്പൊ നമ്മുടെ ഷവർമയുടെ റെസിപ്പിയാണ് കാണുന്നാലോ നമുക്ക്. അപ്പൊ നമ്മള് ഷവർമന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അപ്പൊ നമ്മള് ഷവർമന്റെ കൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് കുരുമുളക്, ഏലക്കായ്, മല്ലി, ജീരകം. അപ്പോൾ ഇനി നമ്മള് ഇത് ഒരു അരക്കപ്പ് പാലും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലോട്ട് അങ്ങ് ഇട്ടാം ഗൈസ്. ഓ എനിക്ക് കൊതി വരുന്നു. നേരത്തെ വന്ന ആ ജീരകവും കുരുമുളക് പൊടിയാണ്ട് ഇട്ടെടുത്ത് മനമേ പൊളിയായി ഗൈസ്. അപ്പൊ ഇത് നേരത്തെ ഇതൊക്കെ ഇഞ്ചും വെളുത്തുള്ളിയും അരച്ചെടുത്ത പേസ്റ്റ് ഇതൊന്ന് ഇതിലോട്ടെങ്കിൽ ഇട്ടടിച്ച പിന്നെ ഇതിന്റെ ടേസ്റ്റ് ഗൈസ് കൊതിയാവുന്നു. എനിക്ക് ഷവർമ ഇപ്പൊ തന്നെ ഉണ്ടാക്കി കിട്ടണം. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച ചിക്കനിലേക്ക് കുറച്ച് സോൾട്ട് അങ്ങ് ഇട്ടെടുക്കുക. നേരത്തെ ആക്കി വെച്ച ആ മസാല അങ്ങ് ഇട്ടെടുക്കുക. എന്നിട്ട് നല്ലൊന്ന് തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. 2 മണിക്കൂർ അങ്ങനെ സെറ്റാക്കി ഫ്രീസറിൽ വെച്ച അത് ഷവർമക്ക് സ്മെല്ലും ടേസ്റ്റും കൂടി വരും. ഇത് കടയിലെക്കാട്ടി കിട്ടണ അത്രക്കും ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് അതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. അപ്പൊ നല്ല തേച്ച് പിടിപ്പിക്കുക. മോനെ സ്മെല്ല് കൊതിയാവുന്നു ഗൈസ്. സെക്കൻഡ് സ്റ്റെപ്പിലെത്തിയിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടത് കോഴിമുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് 10 ഇല്ലി വെളുത്തുള്ളി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത്തിരി നമുക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് മാത്രം നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക. എത്ര തിക്കാവുന്നതോ അതിനനുസരിച്ച് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൽ വേണ്ടത് വിനീഗറാണ്. വിനീഗർ സ്വല്പം മതി, കൂടുതൽ വേണ്ട. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഷവർമക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഷവർമ എന്ന് പറയുന്നത് മയോണൈസ് ഇല്ലെങ്കിൽ ഒരു രസമില്ലേന്. നല്ല ടേസ്റ്റാണ് ഈ ഷവർമക്ക്. അപ്പൊ അതിന് ടേസ്റ്റ് കൂട്ടുന്നത് നമ്മുടെ മയോണൈസ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. മയോണൈസ് ഇങ്ങോട്ട് ചേർത്ത പിന്നെ ഷവർമന്റെ ടേസ്റ്റും മണവും അതുകൊണ്ട് മയോണൈസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അധികം തിക്കായിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ വെച്ച് ഞങ്ങൾ ഒന്നും കൂടി തിക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ മയോണൈസ്. അപ്പൊ ഫ്രീസറിൽ വെച്ച ചിക്കൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് പൊരിച്ചെടുക്കണേ. അപ്പൊ ചട്ടി ഇവിടെ ചൂടായിട്ട് നിൽക്കാട്ടോ. അപ്പൊ അതിലേക്ക് നമ്മള് ഇറച്ചി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇറച്ചിക്ക് മസാല നല്ല പിടിച്ച് കിടുക്കാച്ച സാധനം. ഇതൊന്നും അങ്ങോട്ട് നെരിഞ്ഞൊരു ഇതിൽ നിന്ന് അടിക്കുന്ന സ്മെല്ല് ആവുണ്ട മോനെ ഒന്നും പറയണ്ട ഗൈസ്. സ്മെല്ല് ഇപ്പൊ തന്നെ സ്മെല്ല് അടിക്കുന്നുണ്ട് ഗൈസ്.
ഇത് മുഴുവൻ അരച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം നമ്മുടെ ഇറച്ചി മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓ ഗൈസ്, ഇത് ഞാൻ പറഞ്ഞ പോലെ നല്ല നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊരിഞ്ഞ മണമാണ്. ഇപ്പം എല്ലാതും തീർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ 3-ാം സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. 3-ാം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ക്യാരറ്റും വെജിറ്റബിൾസുകളാണ്. അപ്പോൾ ഇത് നമ്മൾ ഇറച്ചി പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചിരട്ട കത്തിക്കാം. ചിരട്ട എന്തിനാന്ന് ചോദിച്ചാൽ അൽഫാമിൻ്റെ ഒരു സ്മെല്ല് കിട്ടാനാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ഇറച്ചിയുടെ മേലെ ഇത് വെച്ചിട്ടുണ്ട് ചിരട്ടക്കനലാണ്. ഇനി ഇതെടുത്ത് നമുക്ക് ഇതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ വെച്ച് നല്ല പുക വരും. അപ്പോൾ നമുക്ക് സൈഡിലൊരു തടി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെയിറ്റും വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ചില്ലും ബൗളാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് കാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. സവാള ഒന്ന് അരിഞ്ഞു കൊടുക്കാം. ഇനി ക്യാരറ്റ്, പിന്നെ ബീൻസ് മുളക്, ക്യാപ്സിക്കം മുളക് കേട്ടോ, സോറി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി, മയോണസ്. ആ ചിരട്ടയുടെ സ്മെല്ലങ്ങോട്ട് അടിച്ച് അപ്പോഴാണ് നമ്മൾ അൽഫാമിന്റെ അത്രക്ക് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച വെയിറ്റും ഇതൊക്കെ എടുത്തു നോക്കുകയാണേ. ഓ മോനെ യമ്മ. നമ്മുടെ സ്പെഷ്യൽ ഷവർമ്മ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗൾഫത്തെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും ഇതിന്.